ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവരും ബോധരാവുന്ന ഒരു വിഷയം തന്നെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് സാലറി ഇൻകം ഗ്രൂപ്പിലുള്ള ആളായിക്കോട്ടെ, നമ്മുടെ ഒരു എക്സ്ട്രാ എഫേർട്ടിലൂടെ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്നുകിൽ നിങ്ങളുടെ സാലറിയുടെ ചെറിയൊരു ഭാഗം 100 രൂപയോ 500 രൂപയോ മാറ്റി വെച്ച് അത് നിങ്ങൾക്ക് ഷെയറിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് കൂട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ചെറിയ രീതിയിൽ സെയിൽ പോലെ ഒക്കെയുള്ള ഒരു പേജൊക്കെ തുടങ്ങി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ വരയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുകയോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഏരിയയിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള മെൻറ്ററിങ്, ട്യൂഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു 2 വീലർ മാത്രം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റും അല്ലേ? സ്വിഗ്ഗി, സെപ്റ്റോ അതുപോലെ ഒരുപാട് ഡെലിവറി ഏജൻ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും മുന്നോട്ട് വരാനും നിങ്ങളുടെ ഇതായിട്ടുള്ള ഡ്രീംസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്നുള്ള എഫേർട്ടാണ് പ്രധാനം. ഈവൻ നിങ്ങളൊരു പഠിക്കുന്ന ആ വ്യക്തി തന്നെ ആയിക്കോട്ടെ, ഈവനിങ് നിങ്ങൾ എന്തായാലും ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയൊരു രീതിയിൽ നിങ്ങളൊരു കുഞ്ഞ് ഷോപ്പ് പോലെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനും അത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഏരിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ദിവസമായിക്കോട്ടെ ഇന്ന്.